നമുക്കുണ്ടല്ലോ, നമുക്ക് ഇനി ഒരു അതിഥി വരാനുണ്ട്, നിങ്ങളെ കൂടാതെ വേറൊരു അതിഥി. അയ്യോ അതാരാ? അങ്ങനെ അത് പേടിക്കാനുള്ള ഒന്നുമല്ല. അതായത് നിങ്ങൾക്ക് വേണ്ടി ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് ഒരു കുട്ടി വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം രേവതി. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, പറയൂ. നല്ല വിശേഷം. നല്ല വിശേഷം. രേവതി ഇപ്പൊ എന്ത് കോഴ്സാ പഠിക്കുന്നത്? ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞു നിൽക്കുകയാണ്. കഴിഞ്ഞു. ചേച്ചി വയലിൻ വായിക്കുന്ന പെൺകുട്ടികളെ ഇഷ്ടമാണോ? പിന്നെ എനിക്ക് സംഗീതോപകരണം ഏത് വായിച്ചാലും ഞങ്ങളുടെ വീട്ടിലുണ്ട്. അതെ, ഗിറ്റാറും പിയാനോയും ഒക്കെ ഉണ്ട്. എന്തിനാ അലങ്കൃത വരെ പിയാനോ നന്നായിട്ട് വായിക്കും. ഓ അത് ശരിയാ. അപ്പൊ വയലിൻ കുറെ കാലമായി പഠിക്കുന്നു? ഞാനിപ്പോ 5 വയസ്സ് തൊട്ട് പഠിക്കാൻ തുടങ്ങിയതാണ്. 5 വയസ്സ് തൊട്ടോ? അതെ. അത് ശരി. അപ്പൊ പിന്നെ ഇപ്പൊ കാണാതെ വായിക്കാൻ ആരാ ഗുരു? അടുത്ത തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിച്ചു. പിന്നെ പാട്ടൊക്കെ പഠിപ്പിച്ചത് അച്ഛൻ തന്നെയാണ്. അച്ഛൻ? ഓ നമസ്കാരം. ശരി. അച്ഛന് ഇതുപോലെ അച്ഛൻ ഫ്ലൂട്ട് വായിക്കും. ആഹാ, അച്ഛൻ ഫ്ലൂട്ട് വായിക്കും, മോള് വയലിൻ വായിക്കും. കീബോർഡിലുണ്ടായിരുന്ന ഓർക്കസ്ട്ര ഒരാളെ കൂടെ കീബോർഡൂടെ പഠിപ്പിച്ചാൽ മതി. എളുപ്പമായിരുന്നു സത്യം. ഞങ്ങളെ കുടുംബത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ പാട്ട്? ചേച്ചിയുണ്ട്, പാട്ട് പാടും. ചേച്ചി പാട്ട് പാടും. ആ മതി. ഈ 6 വയസ്സിൽ 5 വയസ്സിൽ പഠിച്ചു എന്ന് പറഞ്ഞില്ലേ, കാരണം ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് ഈ വയലിൻ എന്ന് പറയുന്നത്. സോ ആ കുഞ്ഞുനാളിൽ എങ്ങനെയാണ് അതിന് പഠിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? എനിക്കറിയില്ല. ഫസ്റ്റ് വയലിൻ പഠിക്കുന്ന പറഞ്ഞപ്പോൾ വീണ പഠിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിന് പോയത്. ചെന്നപ്പോൾ ഇഷ്ടപ്പെട്ടു. പിന്നെ ഫസ്റ്റ് പാട്ടിനിരുത്തി. പിന്നെ പഠിച്ചപ്പോൾ ഒരു ഇൻട്രസ്റ്റ് വന്നു. പിന്നെ അച്ഛൻ പാട്ട് പഠിപ്പിക്കുമായിരുന്നു കൂടെ. അപ്പോൾ കൂടെയുള്ള കുട്ടികളൊന്നും പാട്ട് വായിക്കില്ല. അപ്പം നമ്മൾ പാട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കൊരു ഇതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടം കുഞ്ഞുനാളിൽ മുതൽ വന്നു. രേവതി ഇപ്പോ അതായത് പാട്ട് പഠിക്കുന്ന വിശേഷം മാത്രമല്ല, പാട്ട് പഠിപ്പിക്കുന്നു, വയലിൻ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? ഒരു 40ഓളം സ്റ്റുഡൻസ്. അതെ, ഞങ്ങള് സ്ഥലം പൂച്ചാക്കലാണ്, ചേർത്തല. അപ്പൊ അവിടെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അച്ഛൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വയലിൻ പഠിപ്പിക്കുന്നുണ്ട്, അച്ഛൻ ഫ്ലൂട്ട്, ഡ്രോയിങ് ഒക്കെ ചെയ്യും. ഇവരുടെ ഒരു പ്രത്യേകത, ഇവരൊരു ഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ചെണ്ടമേളവും വയലിനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്യൂഷൻ. ചെണ്ട വയലിൻ അച്ഛനും ഉണ്ട്, ഫ്ലൂട്ടും ഉണ്ട്. അതെ, അങ്ങനെ ഒരു ഫ്യൂഷൻ പുറത്ത് പോയി ചെയ്യുന്നുണ്ടോ ഇതൊക്കെ? അതെ, പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരങ്ങനെ പറഞ്ഞു കുറച്ച് ഇത്തിരി ജിൽജില്ലായിട്ടുള്ള ജിൽ ഒരു സംഭവം. കാരണം ചെണ്ടയുടെ ഒരു പവർ ഭയങ്കരമായിരിക്കും. അതിന്റെ കൂടെ വയലിനും ഫ്ലൂട്ടും അഡ്രസ് ഒക്കെ ഇവിടെ കാണുമല്ലേ? അത്യാവശ്യം നമുക്കൊക്കെ വലിയൊരു പരിപാടിക്ക് വേണ്ടി വന്നാല് നമുക്ക് കൂടെ വന്നിരിക്കുന്ന അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. പേരെന്താ ചേട്ടാ? എൻ്റെ പേര് സുരേഷ്. സുരേഷ്, ഫ്ലൂട്ട് അത് കുഞ്ഞിലെ മുതൽ ചേട്ടനും ആ ഒരു? അതെ, ഞാനും ഫ്ലൂട്ട് അവിചാരിതമായിട്ട് എൻ്റെ കയ്യിൽപ്പെട്ടതാണ്. അവിചാരിതമായിട്ട്? അതെങ്ങനെയാണ് സംഭവം? അടുത്തുള്ളൊരു ഉത്സവപ്പറമ്പിൽ ഞങ്ങളുടെ നാട്ടിൽ കാണാൻ പോയപ്പോൾ ഇങ്ങനെ വിൽക്കുന്നു. അങ്ങനെ ഒരു ഫ്ലൂട്ട് എടുത്ത്, അന്ന് അതിന്റെ ബേസിക് ഒന്നും അറിയില്ല. അന്ന് ഫ്ലൂട്ട് ആർട്ടിസ്റ്റുകൾ പോലും ഞങ്ങളുടെ നാട്ടിലില്ല. അപ്പോൾ ഒന്ന് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ പലരും ചോദിച്ചും പറഞ്ഞും ഒക്കെ പ്രത്യേക ഒരു ഗുരുവിന്റെ അടുത്ത് പോകാനുള്ള സാഹചര്യം ഇല്ല, അന്നുണ്ടായില്ല. അതിനുശേഷം പാട്ടുകളൊക്കെ അല്പം സ്വല്പം വായിക്കാൻ തുടങ്ങിയ ശേഷം ഒരു ഗുരു നാട്ടിൽ വന്നായിരുന്നു. അത് ബേസിക് ഒരു 4 മാസം ക്ലാസ് ബേസിക് ആയിട്ട് കിട്ടി. അങ്ങനെയാണ് എൻ്റെ ബേസിക്. അപ്പൊ ഇപ്പൊ ചേട്ടന്റെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അതായത് എവിടെയെങ്കിലും പോയിട്ട്, ഇതിങ്ങനെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സംഗീതം പഠിക്കാം എന്നൊരു അവസരമാണല്ലോ, ഇപ്പൊ എവിടെയെങ്കിലും പോയി പഠിക്കണം എന്നോ, അല്ലെങ്കിൽ ഇതിൽ വേറെ എന്തെങ്കിലും ഒരു തലത്തിലേക്ക് ഇത് കൊണ്ടുപോകണം, അങ്ങനെ എന്തെങ്കിലും പ്ലാൻ മനസ്സിലുണ്ടോ? എന്റെ പ്ലാൻ വെച്ചാൽ മോളാണ് ഇനി. കൂടെ വന്നിരിക്കുന്ന ആ കുട്ടിയെ കൂടി നമുക്ക് എന്റെ ബന്ധുവാണ്, ഡാൻസ്, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡാൻസ് ടീച്ചർ കൂടിയാണ്. അടിപൊളി ചേച്ചി, എല്ലാം ആയിട്ടോ? മോളുടെ പേര് പറയൂ. എന്റെ പേര് ബബിത. ബബിത ക്ലാസിക്കൽ ഡാൻസ് ആണോ? അതെയോ? ക്ലാസിക്കൽ ഡാൻസ്. എത്ര വർഷമായി? ഇപ്പൊ 8 years. 8 years ആയി. സ്കൂൾ തലത്തിൽ ഇവര് ഒരുമിച്ച് പഠിച്ചതാ. ഓ അങ്ങനെ അല്ലേ? ശരി. അപ്പൊ എന്തായാലും സന്തോഷം. രേവതി, എന്താ നമുക്ക് വേണ്ടി ഇന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത്? ഞാൻ അച്ഛനായിട്ടൊരു കോംബോ പെർഫോമൻസ് ഉണ്ട്. ഓക്കെ, അടിപൊളി. അത് കൂടാതെ എന്റെ ഒറ്റയ്ക്കുള്ള ഒരു പെർഫോമൻസ് ഉണ്ട്, മേരെ ഡോൾനെയാണ്. ശരി. അച്ഛനും രേവതി ആയിട്ടുള്ള എങ്ങനെ? അതൊരു ചെയിൻ സോങ് ആണ്, കുറച്ച് മെഡ്ലി ആയിട്ടുള്ള സോങ്സ്. എന്നാ നമുക്ക് ആദ്യം അത് തന്നെ കാണാം. അച്ഛനും രണ്ടുപേരുടെ കൊണ്ടത് കാണാമല്ലോ. യെസ്, ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.